ഹായ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ ഈ സീസണിൽ പച്ചമാങ്ങ കൊണ്ട് വളരെ രുചികരമായിട്ടുള്ള ഒരു ഐസാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് പച്ചമാങ്ങ തന്നെയാണ്. അപ്പോൾ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത മാങ്ങ വേണം എടുക്കാൻ. പിന്നെ കുറച്ച് പുളി വേണം താനും. അങ്ങനെയുള്ള മാങ്ങ വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് വരാം. ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അപ്പം പിന്നീട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ശകല ഉപ്പ് ചേർക്കണം. പിന്നെ വേണ്ടത് കുറച്ച് പുതിനയിലയാണ്. കൂടെ തന്നെ ഇത് അരച്ചെടുക്കാൻ പാകത്തിലുള്ള വെള്ളം ഒഴിക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ച് അരച്ചാൽ നമുക്ക് ഈ പീസ് അരിഞ്ഞു കിട്ടില്ല. അപ്പോൾ നമുക്ക് ആകെ വേണ്ടുന്നത് 1/2 ലിറ്റർ വെള്ളമാണ് ഇതിന്. അപ്പോൾ ഇത് നമുക്ക് നന്നായി അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഇത് നമ്മൾ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിന് ഒരു അരിപ്പക്കകത്ത് ഒഴിച്ച് അരിച്ചെടുക്കണം. കാരണം ജ്യൂസ് അരിക്കുന്ന അരിപ്പക്കകത്ത് വെച്ചാൽ ചിലപ്പോൾ വലിയ ഹോളാണെങ്കിൽ അതിൻ്റെ ഇതൊക്കെ നാരൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അരിപ്പക്കകത്ത് ഒരു നല്ല തുണി വെച്ച് അരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ അരിപ്പക്കകത്ത് ഒരു തുണി വെച്ച് അരിച്ചെടുക്കുകയാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ പച്ചമാങ്ങ ജ്യൂസ് അരിച്ചെടുത്തു. നൈസായിട്ട് അരച്ചു. പിന്നീട് അത് നമ്മൾ അരിച്ചെടുത്തു. അപ്പം എന്താ ഒരുപാട് കട്ടിയായിട്ടും വേണ്ട, എന്നാൽ അധികം ലൂസായിട്ടും വേണ്ട. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി നമുക്കിത് ഗ്യാസിലേക്ക് വെച്ച് ഇതിനെ നമുക്കൊന്ന് ചെറുതായിട്ട് കുറുക്കിയെടുക്കാനുണ്ട്. അപ്പം നമ്മളിതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയത്തിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളെ മാങ്ങ ജ്യൂസ് ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നമുക്കിനി അതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1 കപ്പ് പഞ്ചസാര വേണം. പഞ്ചസാര മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഐസ് ആയതുകൊണ്ട് പഞ്ചസാര കുറച്ച് മുന്നിട്ട് വെക്കണം. കാരണം ഐസായി വരുമ്പോഴത്തേനും നമുക്ക് ചിലപ്പം മധുരം കുറച്ച് തോന്നും. അപ്പോൾ അത് മധുരം എപ്പോഴും ഒരു നുള്ളു മുന്നോട്ട് തന്നെ നിൽക്കണം ഐസിന്. അപ്പം പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരുന്ന നല്ല ഇതൊന്ന് കുറച്ചൊന്നുകൂടി കുറുകി വരണം. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെക്കണം. അപ്പം എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം നമ്മൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ്. അപ്പം നിങ്ങൾക്ക് ഇനി ഒരു ഡാർക്ക് ഗ്രീൻ കളർ വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാവുന്നതാണ്. ഗ്രീൻ കളറ് ഫുഡ് കളറ് കുറച്ച് ചേർക്കാം. പക്ഷെ ഞാനിത് നാച്ചുറലായിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടി ഒന്ന് മെൽറ്റായിട്ട് വരാനുണ്ട്. അപ്പോൾ എൻ്റെ ജ്യൂസ് ഇതൊന്ന് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കേണ്ട സമയമായി. അപ്പം നമ്മളിത് ഈ ഒരു സമയത്ത് നമ്മളിതിൻ്റെ മധുരം നോക്കണം. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഇതിന് കറക്റ്റായിട്ട് മധുരമൊക്കെ ഉണ്ട്, പുളി കറക്റ്റായിട്ടുണ്ട്, മധുരമുണ്ട്. അപ്പം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കിതിനെ റൂം ടെമ്പറേച്ചറിൽ ഇരുന്നൊന്ന് തണുപ്പിക്കണം. അതിനുശേഷം നമുക്ക് ഐസ് മോൾഡിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പം നമ്മളുടെ ഐസാക്കാൻ വേണ്ടിയിട്ട് ആക്കി വെച്ച ജ്യൂസ് ഏകദേശം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു ഐസ് മോൾഡിലേക്ക് മാറ്റാം. അപ്പം ഇത് ഐസ് മോൾഡൊക്കെ ഇഷ്ടംപോലെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഞാനപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലാണ് ആക്കാൻ പോകുന്നത്. അപ്പോൾ ഐസ് മോൾഡിൽ തന്നെ ആക്കണം എന്നുള്ളവർക്ക് വാങ്ങിയിട്ട് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പച്ചമാങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നൊരു സമയമാണ്.
എല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കുക, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പം ഞാനിതിങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്കൊരു 3 ഗ്ലാസ് കൃത്യമായിട്ട് ഉണ്ട്. അപ്പം നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് റെഡിയാക്കാം. അപ്പം നമ്മളൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇതിനെ കവർ ചെയ്യുക നന്നായിട്ട്. അപ്പം നമ്മൾ 3ഉം ഒരു അലുമിനിയം ഫോയിലിൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് സ്റ്റിക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നടുക്ക് ഒരു കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊരു സ്റ്റിക്ക് കണക്കാവാൻ വേണ്ടി മാത്രം ഒരു തുള ഇട്ട് കൊടുത്ത് അതിലേക്ക് നമ്മൾ സ്റ്റിക്ക് ഇങ്ങനെ ഇട്ട് വെക്കുക. അപ്പം നമ്മളെ സ്റ്റിക്കൊക്കെ വെച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 6-7 മണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് ഐസാക്കിയിട്ട് വരാം. ഇതാ ഇപ്പം നമ്മളെ ഐസ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അടപ്പെല്ലാം മാറ്റി വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പം നമ്മൾ ഒന്ന് പെട്ടെന്ന് ഇളകി വരാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് വെച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. അപ്പം അതിൻ്റെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. വളരെ രുചികരമായിട്ടുള്ള ഒരു ഐസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ചെറിയൊരു പുളിയും അതുപോലെ തന്നെ പച്ചമാങ്ങയുടെ ഒരു ഫ്ലേവറും ഉള്ള ഒരു അടിപൊളി ഐസാണിത്. അപ്പം നമ്മൾ ഐസിങ് വന്നിട്ടുണ്ട്, എന്താ നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മാങ്ങയുള്ള സമയത്ത് ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരേക്കും ഗുഡ് ബൈ.